നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. വിഷു പുലരിയിൽ വിഷുക്കണിയും കൈനീട്ടവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. അതിരപ്പിള്ളിയിലെ അടിച്ചിൽ തൊട്ടി വീരാംകുടി ഉന്നതി നിവാസികൾക്ക് ഈ വിഷുവിന് ഇരട്ടി മധുരം. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. KPMS കൊടകര ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ 135ാമത് ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. മദ്യലഹരിയിൽ പോലീസുകാരന്റെ അഭ്യാസ പ്രകടനം. വിശദമായ വാർത്തകളിലേക്ക്. വിഷു പുലരിയിൽ വിഷുക്കണിയും കൈനീട്ടവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു. കണി കണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കുകയാണ് മലയാളികൾ. മിനുക്കിയ ഓട്ടുരുളിയിൽ കണിവെള്ളരി, പച്ചക്കറികൾ, ഫലങ്ങൾ, കണിക്കൊന്നപ്പൂവ്, പുത്തൻ കോടി, സ്വർണം, നാണയം, വാൽക്കണ്ണാടി തുടങ്ങി മംഗളകരമായ വസ്തുക്കൾ ഒരുക്കി കണികണ്ടാൽ ആ വർഷം ഏറ്റവും ശുഭമാകുമെന്നാണ് വിശ്വാസം. കേരളത്തിന്റെ തനത് കാർഷിക സംസ്കാരവുമായി ബന്ധമാണ് വിഷുവിനുള്ളത്. വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലം എന്ന വിശ്വാസവുമുണ്ട്. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി, വിഷുഫലം തുടങ്ങി വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയാണ്. KCBയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അതിരപ്പിള്ളിയിലെ അടിച്ചിൽ തൊട്ടി വീരാംകുടി ഉന്നതി നിവാസികൾക്ക് ഈ വിഷുവിന് ഇരട്ടി മധുരം. അടിച്ചിൽ തൊട്ടിയിൽ വിഷുക്കൈനീട്ടമായി 18 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തി. വീരാംകുടിയിലെ അരേക്കാപ്പിലെയും 31 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചു. സർവേ പൂർത്തിയായി. മെയ് ആദ്യവാരം വനാവകാശ രേഖ അനുവദിച്ചു. 103 ഏക്കർ ഭൂമി കൈമാറും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ സംഘം അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ നേരിട്ടെത്തി വിവിധ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു. പ്രദേശത്തെ BSNL ടവറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരാതി ഉന്നയിച്ചു. മെയ് 1 മുൻപ് ടവർ പ്രവർത്തനക്ഷമമാകുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. 95 കുടുംബങ്ങളാണ് അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ കഴിയുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും ഗ്യാസ് കണക്ഷൻ, വീട് മുതലായവ നൽകാൻ നടപടിയെടുക്കും. ജില്ലയിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത 55 വീടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. എല്ലാ ആദിവാസി ഭവനങ്ങളിലും വൈദ്യുതി ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലെത്തിയ സന്തോഷസൂചകമായി പരമ്പരാഗതമായി നിർമ്മിച്ച കണ്ണാടിപ്പായ, മൊറം, തേൻ എന്നിവ സമ്മാനമായി കളക്ടർക്കും സംഘത്തിനും നൽകി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കാരിക്കടവ് ഉന്നതിയിൽ വെള്ളിക്കുളങ്ങര പോലീസ് വിഷുവിന്റെ ഭാഗമായി പായസം നൽകി. കാരിക്കടവ് ട്രൈബൽ ഹാളിൽ നടന്ന ചടങ്ങിൽ വെള്ളിക്കുളങ്ങര SHO K. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രൈബൽ വിഭാഗങ്ങൾ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചും ലഭ്യമാകേണ്ട അവകാശങ്ങളെക്കുറിച്ചും CI വിശദീകരിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷനായി. ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സാലി സ്വാഗതവും ASI ത്രേസ്യമ്മ നന്ദിയും അറിയിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു 4ഓളം പ്രാവശ്യം എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റി. ഞാനിവിടെ വരികയും അന്ന് ഊരുമൂപ്പരുമായിട്ടും മറ്റുള്ള കാണുന്നവരുമായിട്ട് ഞാൻ മേഖലയിൽ പോയിരുന്നു സാർ. ഇപ്പോൾ ഇത്ര സന്തോഷമായിട്ട് മാത്രമല്ല, നമ്മൾ പോലീസുകാരെ ഗംഭീര പ്രശ്നങ്ങൾ നടത്തുന്നു എല്ലാവരും ഇല്ല. പക്ഷെ നിങ്ങൾ സാറ് പറയുന്നതനുസരിച്ച് ഏറ്റവും യോജിച്ച രീതിയിലുള്ള കാര്യം. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ചായിരുന്നു സംഭവം.
അതിരപ്പിള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി ഉന്നതി. ഇവിടെയുള്ള സെബാസ്റ്റ്യനും 2 സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം. മൂവരും കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. സെബാസ്റ്റ്യനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു. ആന തിരിഞ്ഞ് സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. വീണ്ടും സെബാസ്റ്റ്യന്റെ അരികിലേക്ക് ഓടിയെത്തിയ ആന സെബാസ്റ്റ്യനെ ചവിട്ടി അരയ്ക്കുകയായിരുന്നു. ആക്രമണത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ എല്ലുകൾ ഉൾപ്പെടെ പുറത്തുവന്ന നിലയിലായിരുന്നു. സെബാസ്റ്റ്യനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു. സെബാസ്റ്റ്യന്റെ നിലവിളി കേട്ടാണ് ഉന്നതി നിവാസികൾ സംഭവം അറിയുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസും വനംവകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പിള്ളി മേഖല. പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വഴിതടയിൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും വന്യജീവി ആക്രമണത്തിന് മാത്രം പരിഹാരമായിട്ടില്ല. വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KPMS കൊടകര ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ 135ാമത് ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. കൊടകര സെന്ററിൽ നടന്ന യോഗം KPMS സംസ്ഥാന ഖജാൻജി CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KU രദീപ്, ജില്ലാ സെക്രട്ടറി ബാബു കാളക്കല്ല്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AT സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം NV ശിവദാസൻ, യൂണിയൻ ഖജാൻജി TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ കൊടകരയിൽ മധുര വിതരണം നടത്തി. ഇതിന് പിന്നിലുള്ള ദളിതർ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വലിയ ഒരു സംഖ്യ വരുന്ന ആ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് അതിലെ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അതുതന്നെയാണ് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ കേരളത്തിലാണെങ്കിൽ കൂടിയും എന്ന് വിളിച്ച് അദ്ദേഹത്തെ അപമാനിച്ച ഈ സംസ്ഥാനത്ത് ആദ്യമായി ഭാരതത്തിലൂടെ അധികാരത്തിൽ വന്ന മദ്യലഹരിയിൽ പോലീസുകാരന്റെ അഭ്യാസ പ്രകടനം. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്ന ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജ് അന്നമനടയിലെ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി 2 വാഹനങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു. കൃഷ്ണൻകോട്ടയിൽ വെച്ച് എതിരെ വന്ന ഇന്നോവ വാഹനത്തെ ഇടിച്ചു. നിർത്താതെ പോയ അനുരാജ് വലിയപറമ്പ് സ്നേഹഗിരിയിൽ വെച്ച് ഒരു സ്കൂട്ടർ യാത്രക്കാരനെയും ഇടിച്ചിട്ട് നിർത്താതെ പോയി. മുന്നോട്ടു പോയ ഇയാൾ മേലടൂരിൽ വെച്ച് വണ്ടിയുടെ നിയന്ത്രണം തെറ്റി ഇടിച്ച് മറിഞ്ഞു. ഇയാളുടെ വണ്ടിയിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തു. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായ നാട്ടുകാർ മാള പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ ചെക്കപ്പിനായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാളെ സസ്പെൻഡ് ചെയ്തു. മാളയിൽ കാറും പിക്കപ്പും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മാള കുളത്തിന് സമീപമായിരുന്നു അപകടം. വടമ ഭാഗത്തു നിന്നും മാളയിലേക്ക് പോയ പിക്കപ്പും മാള ടൌണിൽ നിന്നും വടമ ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത്. ആർക്കും പരിക്കില്ല. മാള പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. റോഡിൽ അല്പനേരം ഗതാഗതം സ്തംഭിച്ചു. രാസലഹരിക്കെതിരെ BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര നോർത്ത് ഏരിയ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. VK മുരളി മുഖ്യപ്രഭാഷണം നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുധീർ ബേബി, രഞ്ജു വട്ടേക്കാട്, ഗിരീഷ് കോടശ്ശേരി, ആശ രാംദാസ്, സജനി സന്തോഷ്, ബിപിൻ വട്ടേക്കാട്, വിപിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സ്വന്തം അനുജനെയടക്കം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, മരിച്ചില്ല. 5 പേരെ, സ്വന്തം കുടുംബത്തിലെ 5 പേരെ 23 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തി. മാള പൊയ്യ തരുശ് നഗറിൽ സംഘർഷം. ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ വെളിയംപറമ്പിൽ വീട്ടിൽ വിവേകിനാണ് നെഞ്ചിലും തലയിലുമായി ഗുരുതരമായി വെട്ടേറ്റത്. സമീപവാസിയായ കുന്നുമൽ വീട്ടിൽ ബിനീഷാണ് വെട്ടുകത്തികൊണ്ട് വെട്ടിയത്. 2 പേരും സുഹൃത്തുക്കൾക്കൊപ്പം ബാറിൽ നിന്നും മദ്യം വാങ്ങി വീടിനരികിൽ വെച്ച് മദ്യപിച്ച് തിരികെ വീട്ടിലേക്ക് വന്നു. വീടിനടുത്ത് വെച്ച് തർക്കമുണ്ടായി. പ്രകോപിതനായ ബിനീഷ് വീട്ടിൽ നിന്നും വെട്ടുകത്തിയെടുത്ത് വിവേകിനെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിവേക് പ്രാണരക്ഷാർത്ഥം അടുത്തുള്ള വലിയച്ഛന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. വിവേകിനെ മാളയിലെ ബിലിവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷുപ്പുലരിയിൽ വിഷുക്കണിയും കൈനീട്ടവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. അതിരപ്പിള്ളിയിലെ അടിച്ചിൽ തൊട്ടി വീരാംകുടി ഉന്നതി നിവാസികൾക്ക് ഈ വിഷുവിന് ഇരട്ടി മധുരം. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. KPMS കൊടകര ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ 135ാമത് ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. മദ്യലഹരിയിൽ പോലീസുകാരന്റെ അഭ്യാസ പ്രകടനം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.